നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു URL കൊടുക്കുന്ന സമയത്ത് .php എക്സ്റ്റൻഷനും വേരിയബിൾസിന്റെ നെയിംസും ഇല്ലാതെ എങ്ങനെ ഈ URLിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോവാന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ലോഗിൻ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, പാത്തിന്റെ കൂടെ ഫയൽ നെയിം .php വേരിയബിൾസ് ഉണ്ടെങ്കിൽ വേരിയബിൾ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊറി സ്ട്രിങ്ങിന്റെ കൂടെ വേരിയബിളിന്റെ വാല്യൂം അപ്പൻഡ് ചെയ്ത് കൊടുക്കും അല്ലെ. ഇതിന്ന് ഈ .php എക്സ്റ്റൻഷനെയും യൂസർ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം റിമൂവ് ചെയ്തിട്ട് സെയിം URL എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് നോക്കാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ റൂട്ട് ഡയറക്ടറിയിലെ, ഇപ്പൊ ഞാനിവിടെ സാമ്പാണ് യൂസ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് ഒന്നുമല്ല, സാമ്പിൾ ആണ് കാണിക്കുന്നത്. അവിടെ HT-access ഫയൽ ക്രിയേറ്റ് ചെയ്യാം. HT-access ഫയൽ അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ് ഒക്കെയാണ് ഓൾറെഡി HT-access ഫയൽ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓൾറെഡി ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ പ്രൊജക്റ്റിന്റെ റൂട്ട് ഡയറക്ടറിയിൽ നമ്മൾ HT-access ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ .php എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ HT-access എന്ന് പറയുന്ന ഫയല് ബേസിക്കലി അപ്പാച്ചി വെബ് സെർവറിന്റെ ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്ടറി ബേസിസിൽ കോൺഫിഗറേഷൻ ഡയറക്റ്റീവ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പാച്ചി സെർവറിന്റെ ഫസ്റ്റ് ഡയറക്റ്റീവ് റീറൈറ്റ് എൻജിൻ എന്നുള്ളത് ഓൺ ചെയ്യാം. ഈ ഡയറക്റ്റീവ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പാച്ചി മോഡ്യൂളിൽ ഒരു മോഡ് റീറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട്. ഈ ഡയറക്റ്റീവിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് URL റീറൈറ്റിംഗ് അലോ ചെയ്യുള്ളൂ. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ റീറൈറ്റ് ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് ഒന്നും എഫക്റ്റീവ് ആവില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാലിഡേഷൻ ചെക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു URL കൊടുക്കൂലേ, ആ URL ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു വാലിഡ് പാത്ത് ആണ് എന്നുള്ളതാണ്. അതിന് യൂസ് ചെയ്യുന്നതാണ് റീറൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ റീറൈറ്റ് കണ്ടീഷനിൽ നമ്മൾ റിക്വസ്റ്റ് ഫയൽ, അതായത് കംപ്ലീറ്റ് പാത്ത് നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് ഡയറക്ടറിയിലേക്കല്ല എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അത് റീഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആയിട്ടൊരു ഫയലിലേക്കാണ് എന്നുള്ളത് എൻഷുർ ചെയ്ത് നോട്ട് ഈക്വൽ ടു ഡയറക്ടറി, ഒരു ഡയറക്ടറിയിലേക്കല്ല നമ്മൾ ഈ റീഡയറക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് എൻഷുർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് റീറൈറ്റിംഗ് കണ്ടീഷൻ നോട്ട് ഈക്വൽ ടു ഡി, അതായത് ഡയറക്ടറിയിലേക്കല്ല ഈ പാത്ത് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഫയലിന്റെ പാത്താണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. നോട്ട് ഈക്വൽ ടു ഡയറക്ടറി എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഫയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. റീറൈറ്റ് കണ്ടീഷൻ എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് .php ഫയലിൽ വെച്ച് നമുക്ക് എക്സാക്റ്റ് ഫയലിന്റെ ലൊക്കേഷൻ ആണെന്നുള്ളതാണ് സെക്കൻഡ് ഡയറക്ടറി വെച്ച് ചെക്ക് ചെയ്യുന്നത്. ഈ ചെക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് URL റീറൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് റീറൈറ്റ് റൂൾ എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ എക്സ്പ്രഷൻസ് അറിയായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ പ്രീവിയസ് ബിടെക് ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസിലൊക്കെ ഈ റെഗുലർ എക്സ്പ്രഷൻസ് വരാറുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഇതിൽ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകൂലേ. നമ്മൾ ബേസ് ആയിട്ടുള്ളത് ഞാൻ പറയാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഈ അപ്പർ ആരോ ഇല്ലേ, അത് നമ്മൾ പവർ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെയാണ് റൂളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് പരാന്തസിസും സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ടാവും. അപ്പോൾ ഫോർവേഡ് സ്ലാഷും ബാക്ക്വേർഡ് സ്ലാഷും ചെക്ക് ചെയ്യുവാണ്. അതുപോലെ തന്നെ പ്രിസീഡിങ് ക്യാരക്ടർ ക്ലാസ്സസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് യൂസ് ചെയ്യുന്നത്. ട്രെയിലിംഗ് സ്ലാഷസ് ഒക്കെ എൻഡിലുണ്ടെന്ന് വിചാരിച്ച URLന്റെ, അപ്പോൾ ഈ സ്ലാഷസിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $? സിംബൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ടൊരു URL ഉള്ളതാണല്ലോ സ്ലാഷ്. പിന്നെ $1 എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ഫസ്റ്റ് ക്യാപ്ചേർഡ് ഗ്രൂപ്പിനെയാണ്. അതായത് കണ്ടന്റ് ഗ്രൂപ്പ് നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലെ ആ പാറ്റേണിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് $1 യൂസ് ചെയ്യുന്നത്. .php എന്ന് പറയുന്നത് നമ്മുടെ ഫയലിലേക്ക് .php എക്സ്റ്റൻഷനെ അപ്പൻഡ് ചെയ്ത് കൊടുക്കും URLിലേക്ക്. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് എന്നാണ്. അതായത് ഇതൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു റെഗുലർ എക്സ്പ്രഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ .php എക്സ്റ്റൻഷൻ ഇല്ലാതെ
പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ് ബ്രൗസറിൽ പോയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് .php എക്സ്റ്റൻഷൻ ഇല്ലാതെ നമുക്കിത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ എടുത്തതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കണ്ടില്ലേ, ഔട്ട്പുട്ടിൽ നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ URL നിന്ന് വേരിയബിൾ നെയിമിനെ റിമൂവ് ചെയ്യണം. ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ വേരിയബിൾ നെയിം യൂസർ നെയിം ആണല്ലേ. യൂസർ നെയിം ഇല്ലാതെ തന്നെ നമുക്ക് സ്ലാഷ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് URL ആ വാല്യൂ, യൂസർ നെയിമിന്റെ വാല്യൂ കൊടുത്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിന് നമ്മൾ എഗെയിൻ റീറൈറ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് URL നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലർ എക്സ്പ്രഷന്റെ പാറ്റേൺ ആണ്. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആങ്കേഴ്സ് /login എന്ന് പറഞ്ഞിട്ടുള്ള സ്ലാഷ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എഗെയിൻ ഇതിൽ അലോ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. മാച്ചിങ് എഗെയിൻ പാരാന്തസിന്റെ ഉള്ളത് ക്യാപ്ചറിങ് ഗ്രൂപ്പ് കൊടുക്കുക. ഇവിടെ സ്മോൾ ലെറ്റർ A to Z, ക്യാപിറ്റൽ ലെറ്റർ A to Z, 0 to 9 ഹൈഫൻ അണ്ടർസ്കോർ, പിന്നെ പ്ലസ്, അതായത് 9 എബവ് ഉള്ള ലെറ്റേഴ്സിന് മാച്ച് ചെയ്യാം. പ്രിസീഡിങ് ക്യാരക്ടേഴ്സിനെ മാച്ച് ചെയ്യാം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ചസ് എ ലിറ്ററൽ ഫോർവേഡ് സ്ലാഷ് പ്രിസീഡിങ് ക്യാരക്ടർ ആങ്കർ റൂള് ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഡോളർ സിമ്പിൾ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ യൂസർ നെയിം ഈക്വൽ ടു $1. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് സ്ക്രിപ്റ്റോ ഓർ ഫയലിൽ നമ്മൾ ഇന്റേണലി സാധാരണ എങ്ങനെ ഇന്റേണലി റൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക. അതായത് സ്ലാഷ് യൂസർ, നമ്മൾ സാധാരണ നമ്മുടെ URL ക്വസ്റ്റ്യൻ മാർക്ക് യൂസർ നെയിം ഈക്വൽ ടു $1 എന്ന് വരില്ലേ, അതിനെ മാറ്റി നമ്മുടെ URL വരുമ്പം ഇത് ഉണ്ടാവില്ലല്ലോ. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് login.php ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് മാറ്റി എഴുതും. ഓക്കെ, നമ്മൾ യൂസർ നെയിം ഇല്ലാതെ കൊടുക്കുന്ന URL-നെ നമുക്ക് ആ query string-ന്റെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ QSA എന്ന് പറയുന്നത് query string append, അപ്പോൾ എക്സിസ്റ്റിംഗ് query string പാരാമീറ്റേഴ്സിനെ പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് QSA യൂസ് ചെയ്യുന്നത്. പുതിയൊരെണ്ണം വന്നിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മാറ്റസ് ഒന്നുമില്ല, പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് വേരിയബിൾ നെയിം ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ query string ഫോർമാറ്റിലേക്ക് ഈ റൂള് മാറ്റി എഴുതിക്കോളും. അപ്പോൾ ഇല്ലാതെ വേരിയബിൾ നെയിം ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എഗൈൻ നമ്മൾ ആ സാമ്പിൾ എടുക്കുക, അതിൽ നിന്ന് യൂസർ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനെ റിമൂവ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്കും റിമൂവ് ചെയ്ത് സ്ലാഷ് ഇട്ട് കൊടുത്ത് ബ്രൗസറിൽ പോയിട്ട് റൺ ചെയ്യുമ്പോഴും ഇത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഈസി ആയിട്ട് URL ഈ ഫോർമാറ്റിൽ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്